ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു അത്ഭുതകരമായ ശക്തിയുള്ള മന്ത്രം ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ എന്ത് കാര്യവും ദേവി സാധിച്ചു തരുമെന്നുള്ളതാണ്. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അവർക്ക് ജോലിയിൽ ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടാകും. സാമ്പത്തികം അതുപോലെ വരും. രാഷ്ട്രീയക്കാർ, കലാപരമായ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ എന്നു വേണ്ട ഏതു ജോലി ചെയ്യുന്നവരും, ഒരു ബിസിനസ്സുകാരായിക്കോട്ടെ, ഒരു സ്ഥാപനം സ്വന്തമായിട്ട് നടത്തുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലുകൾ ചെയ്യുന്നവരായിക്കോട്ടെ, ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിൽക്കുന്നവരായിക്കോട്ടെ, ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അപാരമായ സമ്പത്തും ഉയർച്ചയും അപാരമായ വശ്യവും ജോലി ചെയ്യുന്ന ഫീൽഡിൽ ഏറ്റവും നല്ല ഉയർച്ചയും നൽകുന്ന അതീവ രഹസ്യമായ ഒരു ദേവീയ മന്ത്രവും അത് പ്രത്യേക രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അതുമാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ്. അപ്പം മുഴുവൻ കാണുക, കണ്ടിട്ട് ശരിയായിട്ട് മനസ്സിലാക്കി ആവർത്തിച്ച് ചെയ്യുക. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം വാട്സപ്പിലുള്ളത് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല, അതാണ് സാഹചര്യം. ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് ആളുകൾ കാണുന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. വാട്സപ്പിലാണെങ്കിലും മുൻഗണനാക്രമത്തിലാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു പിന്നെ വാട്സപ്പിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണെന്നനുസരിച്ച് റിപ്ലൈ തരും. അതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് അത് ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സാധിക്കുന്ന കുറച്ച് പേർക്ക് ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു വിദ്യ ചെയ്യാം. അതായത് രാവിലെ നിങ്ങളൊരു പുൽപ്പായിലോ ഇരുന്ന് കൈയും കാലും മുഖം കഴുകിയിട്ടിരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളമെടുത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കണം. വെച്ചിട്ട് ഈ കിഴക്കോട്ടിരുന്ന് ഈ പറയുന്ന മന്ത്രം ജപിക്കണം. 36 തവണ ജപിക്കണം. ഈ 36 എന്നുള്ളത് അല്പം കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ കുഴപ്പമില്ല. 36 തവണ ജപിക്കുന്നതിന് എത്ര സമയം എടുക്കുമെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. എന്നിട്ട് ആ സമയം നോക്കി ജപിച്ചാൽ മതി. എണ്ണം പിടിക്കണ്ട. കാരണം എണ്ണം പിടിക്കുമ്പം എണ്ണമായിരിക്കും മനസ്സിൽ എപ്പോഴും വരുന്നത്. അത് വേണ്ട. ആ മന്ത്രബോധം, ആ മന്ത്രം മനസ്സിൽ വന്നാൽ മതി. അപ്പോൾ ഇച്ചിരി കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല. നിങ്ങൾ 36 തവണ എങ്കിലും കുറഞ്ഞത് ജപിക്കുക. അപ്പോൾ ഒരു മിനിറ്റ് ജപിച്ചാൽ മതി. ഏകദേശം 36, അല്ലെങ്കിൽ നിങ്ങൾ നോക്കണം ആ ടൈം എത്രയാകുമെന്ന് നോക്കണം. അപ്പോൾ ഇത് 1 മിനിറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 1 മിനിറ്റ് ജപിച്ചോളുക, അല്ലെങ്കിൽ അര മിനിറ്റ് ജപിക്കുക. 1 മിനിറ്റ് ജപിച്ചാൽ കൂടുതൽ നല്ലത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും. മന്ത്രം ഇതാണ്. ഈ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. കാരണം ഒരുപാട് ശക്തിയുള്ളൊരു മന്ത്രമാണ്. അതിൻ്റെ കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. മന്ത്രം ഇതാണ്. ഓം ഹ്രീം ഹായ കേട്ടോ, കാ ജപിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ഹ്രീമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ സ്വാഹ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ സ്വാഹ. ഇതാണ് മന്ത്രം, സ്വയംവര മന്ത്രം. ഈ മന്ത്രം മാത്രം ജപിച്ചാൽ മതി. ഋഷി ഛന്ദസ്സ് ദേവത ജപിക്കണമെങ്കിൽ ഞാൻ പറയും ഇവിടെ ഈ മന്ത്രം മാത്രം ജപിച്ചാൽ മതി. കാരണം ഇതിങ്ങനെ ജപിച്ചാൽ ഫലം കിട്ടും. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു 36 തവണ അല്ലെങ്കിൽ 1 മിനിറ്റ് കിഴക്കോട്ട് നിങ്ങൾ പുൽപ്പായിലിരുന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുന്നേ ഇരുന്ന് ജപിക്കുക. ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഈ വെള്ളമെടുത്ത് കുടിക്കുക. ഇത് ദിവസവും രാവിലെ ചെയ്യുക. ഒരു 41 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം അടിമുടി ദേവി മാറ്റിത്തരും. അപാരമായ അനുഗ്രഹം ഉണ്ടാകും. ഇത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഇത് ദേവിയോട് ഭക്തിയുള്ള ആർക്കും ജപിക്കാം.
അപ്പോൾ ഇത് ഞാൻ ഋഷി ഛന്ദസ്സ ദേവത ഒന്നും ജപിക്കാൻ പറഞ്ഞില്ല. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇനിയിപ്പം ഏതെങ്കിലും ദിവസം ജപിക്കാൻ പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല. സാധിക്കുന്നത് ഒരു തവണയെങ്കിലും മുടങ്ങാതെ ജപിച്ചാൽ മതി. ഇത് ആർക്കും ജപിക്കാം. മനസ്സിൽ ദേവിയെ ഭക്തിയോടുകൂടി സ്മരിക്കണമെന്ന് മാത്രം. ഈ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ഇത് ഹ്രീം എന്ന ഭുവനേശ്വരി ബീജമാണ് ഇതിൻ്റെ അകത്ത്. മാത്രമല്ല ആ അമ്മയെ ആ യോഗിനി രൂപത്തിലാണ് ധ്യാനിക്കുന്നത്. അതിനപ്പുറത്തൊരു വിദ്യയില്ല. ഏറ്റവും പരമമായ ശക്തി രൂപമായ യോഗിനി അവസ്ഥയിലുള്ള ആ ദേവിയാണ് ആ യോഗേശ്വരി. അതായത് ദേവിയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ആ യോഗാവസ്ഥയിലുള്ള ആ ചൈതന്യത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്കൊരു മാത്ര പോലും, ഒരു ചെറിയ കണിക പോലും കിട്ടിയാൽ നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യവും സാധിച്ചു കിട്ടും. സ്വയംവര പാർവതിയാണ്. അതായത് ലോകം മുഴുവൻ വശ്യമാകുന്ന ചിരിയോടുകൂടി ശംഭുവിൻ്റെ മുന്നിൽ വർണ്ണമാല്യത്തോടുകൂടി നിൽക്കുന്ന, ലോകത്തെ മുഴുവൻ ആകർഷിക്കാൻ ശക്തിയുള്ള, അതുപോലെ അപാര ശക്തിയുള്ള ആ മഹാവശ്യമായ ആ അമ്മയാണ് നമ്മൾ സ്മരിക്കേണ്ടത്. അപ്പോൾ ഇത് ഇவ்விധം ചെയ്താൽ, അപ്പോൾ ഇത് ജപിച്ച് ഒരു മിനിറ്റ് ജപിച്ചു കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ആ വെള്ളം തുറന്നു വെക്കണം. അതിനു മുമ്പ് നിങ്ങളെ ജപിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വെക്കുക. ഇത് ജപിച്ച് കഴിഞ്ഞ് എടുത്ത് കുടിക്കുക. മുഴുവൻ കുടിക്കണമെന്നില്ല, മുഴുവൻ കുടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരു രഹസ്യവിദ്യയാണ്. ഇങ്ങനെ ഇത് മന്ത്രം ജപിച്ചിട്ട് ഈ ജലം, അതായത് ഈ നമ്മുടെ മുന്നിൽ ഈ ജലം ഒരു ചെറിയ ഗ്ലാസ്സിനകത്ത് വെച്ചാണ് മന്ത്രം ജപിക്കുന്നത്. അപ്പോൾ ആ മന്ത്രബലം അല്ലെങ്കിൽ മന്ത്രശക്തി, മന്ത്രത്തിൻ്റെ ഊർജം ഈ ജലത്തിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഒരു മന്ത്രജലം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ആ ചൈതന്യം പെട്ടെന്ന് നമ്മളിൽ വർക്കൗട്ടാകും. അത് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും മന്ത്രജലം കൊണ്ട് കലശാഭിഷേകം ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ കൂടുതലായിട്ട് ചൈതന്യം വളരെ വർദ്ധിച്ചിരിക്കും. കൂടുതൽ കുടങ്ങൾ ഈ കലശാഭിഷേകം മന്ത്രജലം കൊണ്ട് കൂടുതൽ കുടങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലെ ചൈതന്യം എപ്പോഴും വർദ്ധിച്ചിരിക്കും. നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ മതി. നമ്മളിത് ശുദ്ധമായ നല്ല ജലമെടുത്ത്, നമുക്ക് കുടിക്കാൻ പാകത്തിലുള്ള നല്ല ജലമെടുത്ത് നമ്മൾ സ്വയം എടുക്കണം, വേറെ ആരെക്കൊണ്ട് ചെയ്യിക്കരുത് കേട്ടോ. അതിനകത്ത് കാര്യമുണ്ട്. ഒരു ഗ്ലാസ്സിനകത്ത് അല്പം മതി, അല്ലാതെ ഗ്ലാസ് നിറഞ്ഞാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ മുന്നിൽ വെച്ച് ഈ മന്ത്രം ജപിച്ചിട്ട് കണ്ണ് തുറന്നാണ് ജപിക്കുന്നത്, അല്ല കണ്ണടച്ചല്ല കേട്ടോ. വാ കൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം. എന്നിട്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കുക. അപ്പോഴെല്ലാം മനസ്സിൽ ദേവിയെ കാണാവുള്ളൂ. അതായത് ദേവിയെ മനസ്സിൽ കാണുമ്പോൾ ശിവഭഗവാന്റെ മുന്നിൽ വർണ്ണമാല്യമണി ആ ഒരു സ്വയംവര പാർവതിയായിട്ട് തന്നെ ലോകം മുഴുവൻ വശീകരിക്കുന്ന ആ വശ്യതയോടുകൂടി നിൽക്കുന്ന ആ ഒരു അമ്മയുടെ ആ രൂപം വേണം. പാർവതി ദേവിയുടെ രൂപം നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും വരണം, ആ ഭാവം വരണം. അപ്പോഴാണ് ലോകം മുഴുവൻ വശ്യമാകുന്നത്. ഈ മന്ത്രം അപാര വശ്യമാണ് കേട്ടോ. ഈ മന്ത്രം കൊണ്ട് ഒരുപാട് രഹസ്യ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാം. ഞാനതാണ് എസ്പെഷ്യലി ഈ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കാര്യം എടുത്തു പറഞ്ഞത്, അവർക്ക് ഒരുപാട് ആളുകളുടെ അവർക്ക് അനുകൂലമാകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് അവരുടെ കാര്യം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇത് ഗുണം ചെയ്യുന്നതാണ്, അപാര വശ്യമാണ്. ചെയ്തു നോക്കുക, എന്നിട്ട് നിങ്ങൾ ബാക്കി മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക. ഒരു വശം, ഒരു ഭാഗം പറഞ്ഞു. ഇനി വേറൊരു രീതിയിലും കൂടെ പറഞ്ഞുതരാം. നിങ്ങളിത് രാവിലെ ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ കിഴക്കോട് തിരിഞ്ഞു നിന്ന് ജപിച്ചിട്ട് നിങ്ങൾ ഒരു ഇച്ചിരി ഭസ്മം കയ്യിൽ പിടിച്ച് ജപിക്കുക. നിങ്ങളൊന്നും ചെയ്യണം, ഭസ്മം കയ്യിൽ വെച്ച് ജപിച്ചാൽ മതി. എന്നിട്ട് അത് തൊടുക. നിങ്ങൾ ഏതൊരു കാര്യം വിജയിക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ അല്പം കുങ്കുമം കൈ വെച്ച് ജപിക്കുക. എന്നിട്ട് ആ കുങ്കുമം തൊടുക. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കണം. 1 മിനിറ്റ് ജപിച്ച ശേഷം ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്കിപ്പം ഭസ്മം തൊടുന്നതോ കുങ്കുമം തൊടുന്നതോ സ്വഭാവം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു അല്പം ഉള്ളംകൈയിൽ വെള്ളമെടുത്ത് ആ വെള്ളം ഇച്ചിരി ഉള്ളംകൈ ഒഴിച്ച് ഈ കൈ ഇച്ചിരി തുടിച്ച് പിടിക്കണം. വെള്ളം ഹോൾഡ് ചെയ്യത്തക്ക രീതി അല്പം മതി, നനവ് കണ്ടാലും മതി. 1 മിനിറ്റ് ജപിച്ച ശേഷം ഈ കയ്യിലെ ഈ ജലത്തിൻ്റെ അംശം നിങ്ങളുടെ ഈ നെറ്റിയിൽ വെച്ച് വലത്തോട്ടൊന്ന് ചുറ്റണം. നിങ്ങളുടെ വലത്തോട്ട്, ഞാനിപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ ഇടത്തോട്ടായി തോന്നും, അല്ല ഞാൻ പറയുന്ന കേട്ടാൽ മതി. വലത്തോട്ടൊന്ന് ചുറ്റണം ഈ മന്ത്രം ജപിച്ച്. ആജ്ഞാചക്രത്തിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഇനി നിങ്ങൾ കുങ്കുമമാണെങ്കിലും കുങ്കുമം എടുത്ത് ചാലിച്ചിട്ട് വട്ടപ്പൊട്ട് തൊടണം. വലത്തോട്ട് ചുറ്റി വട്ടപ്പൊട്ട് തൊടണം ഈ മന്ത്രം ജപിച്ചുകൊണ്ട്. അപാരമായ അനുഗ്രഹം ഉണ്ടാകും ദേവിയുടെ. ഒരു സംശയം വേണ്ട, ദേവി നിങ്ങളിൽ വിളയാടും.
ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, ലളിതമായ കാര്യമാണ്, നല്ല രീതിയിലുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ കൂടി നിങ്ങൾ ചെയ്തോടുക. ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. ഒരു 6-നും 6:30-ക്കും ഇടയ്ക്കെങ്കിലും അമ്മയ്ക്ക് ഒരു ചെമ്പരത്തിമാലയും കടുംബായുസവും ഇനിയിപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെമ്പരത്തിമാലയും രക്തപുഷ്പാഞ്ജലിയും കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. വെള്ളിയാഴ്ച ഒരു 6-നും 6:15 അല്ലെങ്കിൽ 6-നും 6:30-ക്കും ഇടയ്ക്ക് രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യണം. അതും കൂടി ആവർത്തിക്കണം. ഭദ്രകാളിയോട് എപ്പോഴും ഭദ്രകാളി ക്ഷേത്രത്തിലാണ് അമ്മയോട് എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ട്. ഇത് നിങ്ങൾ രാവിലെ ചെയ്തു, നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ടായി വരും. ഒരു സംശയം വേണ്ട, എല്ലാം ദേവി നടത്തി തരും. സർവ്വ കാര്യങ്ങളും ദേവി തരും. അല്ലാതെ യാതൊരു സംശയം വേണ്ട. അപാരമായ ശക്തിയാണ് ഈ മന്ത്രത്തിന്. ഈ മന്ത്രം വിവാഹാദി കാര്യങ്ങൾക്ക് മാത്രമല്ല ഈ സ്വയംവര മന്ത്രം ജപിക്കുന്നത്. സ്വയംവര മന്ത്രം ജപിക്കുന്നത് ശാപദോഷങ്ങൾ മാറാൻ നല്ലതാണ്, കർമ്മദോഷങ്ങൾ മാറാൻ നല്ലതാണ്, മുൻജന്മ കർമ്മദോഷങ്ങൾ മാറാൻ നല്ലതാണ്, തടസ്സങ്ങൾ മാറാൻ നല്ലതാണ്, ഏതും നമുക്ക് അനുകൂലമായിട്ട് വരാൻ നല്ലതാണ്, ഒരുപാട് ആളുകളെ നമുക്ക് അനുകൂലമാക്കാൻ നല്ലതാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ മേഖലയുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് ഇത് ചെയ്താൽ അവരെന്ത് പറഞ്ഞാലും മറ്റുള്ളവർ കേൾക്കും. സിനിമാ മേഖല അവരെന്ത് അഭിനയിച്ചാലും അവരുടെ പടങ്ങളെല്ലാം ഹിറ്റാകും. കാരണം ഇത് അപാരമായ വശ്യമാണിത്. അതുപോലെ ഏത് മേഖലയായിക്കോട്ടെ ഇത് അപാരമായ വശ്യം ആയതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ മേഖലയും സിനിമാ മേഖലയും എടുത്തു പറഞ്ഞത്. അതുപോലെ വശ്യമാണത്, അതുകൊണ്ട് എടുത്ത് പറഞ്ഞതാണ്. ഇനിയിപ്പം നിങ്ങൾ ഒരു ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾ ആ മേഖലയിൽ ഏറ്റവും തിരക്കുള്ള ആളും ഏറ്റവും ടോപ്പിലുള്ള ആളും നിങ്ങൾ പറയുന്ന മറ്റുള്ളവർ അനുസരിക്കും. അത്ഭുതകരമായ വിദ്യയാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ വേണം ചെയ്യാൻ. ഞാനെന്ന ഭാവമില്ലാതെ അമ്മയിൽ സർവ്വം സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഇത് കൃത്യം ദിവസവും രാവിലെ ചെയ്യുക. എല്ലാം അമ്മ നടത്തി തരും. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല, ഇതിനപ്പുറത്തൊരു അറിവില്ല. ഏറ്റവും പരമമായ അറിവുകളിൽ ഒന്നാണ് ഈ പറഞ്ഞതെന്ന്. അപ്പോൾ ഇത് തന്നെ ജലത്തിനോട് കൂടിയുള്ള ജലം, ആ ഒരു മന്ത്രജലം അല്ലെ ആ ജലം മന്ത്രം ജപിച്ചിട്ട് ആ ജലം കുടിക്കുന്ന ആ ഒരു അത്ഭുതകരമായ വിദ്യയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ സകല മാറ്റങ്ങൾക്കും കാരണമാകുന്ന ഒരു വിദ്യയാണ്. ഇത് അവനവന് സ്വയം ചെയ്യുക. സ്വയം വെള്ളമെടുത്ത്, നല്ല ശുദ്ധമായ വെള്ളമെടുത്ത് സ്വയം എല്ലാം ചെയ്യണം. മറ്റുള്ളവരെ കൊണ്ടൊന്നും ചെയ്യിക്കരുത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ നിങ്ങൾ ഏറ്റവും നല്ല ഒരു സമയം 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ 6-നും 6:30-ക്കും ഇടയ്ക്ക് ചെയ്യുക. ഈ ഒരു 5-നും 6:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ചെയ്താൽ ഏറ്റവും നല്ല ഫലമാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പം ഈ മന്ത്രം കാണാതെ പഠിക്കണം. എന്നിട്ട് ഇടയ്ക്ക് മനസ്സിൽ ചെല്ലണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇത് ആവർത്തിക്കണം. അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും, ഒരു സംശയം വേണ്ട. അത്ഭുതകരമായ കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് അത്ഭുതകരമായ സ്വീകാര്യത ഉണ്ടാകും. നിങ്ങൾ ആരാണേലും നിങ്ങൾ പറയുന്ന കേൾക്കാൻ, നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഒരിക്കലും ജീവിതത്തിൽ ഒറ്റപ്പെടലുണ്ടാകത്തില്ല. അപാരമായ വശ്യമാണ് ഉണ്ടാകുന്നത്. അതുപോലെ ദേവീകൃപയും അപാരമായ ദേവീകൃപയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും വലിയൊരു വിദ്യ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് കേട്ട് ഇത് പ്രയോജനപ്പെടുത്തുക. ഇപ്പം ഈ മദ്യപാനം, വഴക്ക് അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു വ്യക്തിയെ ചിന്തിച്ച് ചെയ്താൽ ആ വ്യക്തി പോലും നന്നാകും എന്നുള്ളതാണ്. അത്ഭുതകരമായ നിങ്ങളുടെ വീട്ടിലെ കലഹങ്ങൾ മാറും. ചെയ്യുന്ന വ്യക്തിക്കും ഒരു വ്യക്തിയെ ചിന്തിച്ച് ചെയ്താൽ ആ വ്യക്തി പോലും രക്ഷപ്പെടും. ചെയ്യുന്ന ആൾക്ക് പിന്നെ എന്തുമാത്രം ഉയർച്ച ഉണ്ടാകും എന്നുള്ള കാര്യം പറയാനുണ്ടോ? ഒരാളെ ചിന്തിച്ച് പോലും മന്ത്രം ചോദിച്ചാൽ ആരെ ചിന്തിച്ച് ചെയ്യുന്ന ആ വ്യക്തിക്ക് വരെ മാറ്റം വരും. പിന്നെ ഇത് ചെല്ലുന്ന ആൾക്ക് എന്തുമാത്രം അഭിവൃദ്ധി അമ്മ നൽകുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം ചെല്ലുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകുന്നത്. ഒരാളെ ചിന്തിച്ച് ജപിച്ചാൽ അവരും മാറും. ചെല്ലുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിരിക്കും ഉണ്ടാകുക. കാരണം അത്ര വലിയൊരു കാര്യമാണ്. ഇനി ഞാൻ വേറൊരു വിഷയം പറയുകയാണ്. അതായത് ലളിതമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വീട്ടിൽ മദ്യപാനം, വഴക്ക്, അടിപിടി ഒക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള വീട്ടിലാണെങ്കിലും ഓരോ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാകുക, അവരുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകുക, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കണം. സ്വയം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ചെയ്യാം. കാരണം ഞാനിത് പറഞ്ഞു, അവർ ഓരോരുത്തർക്കൊക്കെ പറഞ്ഞു കൊടുത്തവരും രക്ഷപ്പെട്ടിട്ടുണ്ട്.
വെള്ളിയാഴ്ച ഏത് വ്യക്തിയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെ ഇങ്ങനെ മദ്യപാനത്തിനൊക്കെ ഒരു അടിമപ്പെട്ടു പോകുന്നത്, ആ വ്യക്തിയുടെ പേരിൽ വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ 6-നും 6:15 അല്ലെ 6-നും 6:30 ഇടയ്ക്ക് ചെയ്യുക. വ്യാഴാഴ്ച 6-നും 6:30 ഇടയ്ക്ക് രാവിലെ അടുത്തുള്ള കൃഷ്ണന്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ആ വ്യക്തിയുടെ പേരിൽ പുരുഷ സൂക്താർച്ചനയും ചെയ്യുക. ഇത് രണ്ടും ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്ത് വഴക്ക്, ബഹളം, കലഹം ഒക്കെ മാറിയ വീടുകളുണ്ട്. ഞാനിത് പറഞ്ഞു കൊടുത്ത് ചെയ്ത ആളുകൾ അവർ പലരോടും പറഞ്ഞു കൊടുത്ത് അങ്ങനെ പല വീടുകളിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ വാട്സപ്പിൽ പലരും ഇട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇനിയും ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരു കോൺട്രാക്ടർ വന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു വളരെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആളും നല്ലൊരു മനുഷ്യനുമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് വന്നിച്ച് പറഞ്ഞു, ഈ ഇന്നാളിലെടുത്ത പോലെ ഒരു മുഹൂർത്തം എനിക്ക് എടുത്തു തരണമെന്ന് പറഞ്ഞു, പുതിയൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം നമ്മൾ അറിയില്ല, പുള്ളി തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒരു മുഹൂർത്തം നമുക്കൊരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്, അത്ര വേണ്ടപ്പെട്ട ഒരാളാണ്, അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് സമയമില്ല, എങ്കിലും അങ്ങനെ എടുത്തു കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു മുഹൂർത്തം എടുത്തു കൊടുത്തായിരുന്നു നേരത്തെ. ആ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഇത്ര മിനിറ്റിനും ഇടയിൽ സമയം, അതിൽ തന്നെ ഒരു ടൈം പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ സമയത്ത് തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വലിയ ഒരു തുകയുടെ വർക്കായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, വലിയ ലക്ഷങ്ങൾ വരുന്ന ഒരു വർക്കായിരുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വർക്ക് കറക്റ്റ് സമയത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, കറക്റ്റ് സമയത്തിന് വർക്ക് തീർക്കാൻ പറ്റി. തൊഴിലാളികളുടെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. പണി കഴിഞ്ഞ് പണിയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പൈസ കൃത്യം ഘട്ടങ്ങളിൽ വീട്ടുകാർ കൊടുത്തു. ഏറ്റവും സന്തോഷകരമായിട്ട് വർക്ക് തീർന്നു എന്ന് അദ്ദേഹം ഈ ഭഗവാന്റെ മുന്നേ ഇവിടെ ഇരുന്നുകൊണ്ട് എന്നോട് പറയുകയാണ്. അപ്പം അതുകൊണ്ട് എനിക്കൊരു മുഹൂർത്തം കൂടെ വേണം, പുതിയൊരു വർക്ക് കിട്ടി, അപ്പോൾ ഒരു മുഹൂർത്തം വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു മുഹൂർത്തം പുള്ളിക്ക് എടുത്തു കൊടുത്തു. കറക്റ്റ് ഒരു പോയിൻ്റ് ഓഫ് ടൈമും കൊടുത്തു, ഒരു കൃത്യം ടൈമും പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു, ഈ മുഹൂർത്തത്തിന് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ വർക്കായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ആ വർക്ക് ഭംഗിയായിട്ട് തീർന്നു കഴിഞ്ഞ് കിട്ടിയ വർക്കായത്, ഇരിക്കാൻ സമയം കാണത്തില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അത് കൃത്യമാണ്, എനിക്കറിയാം, സംശയമൊന്നുമില്ല. മറ്റേ മുഹൂർത്തം ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. അത് കഴിഞ്ഞാണ് ഈ വർക്ക് കിട്ടിയത്. ആ വർക്ക് ഭംഗിയായിട്ട് തീർക്കാനും പറ്റി, വലിയ തുകയുടെ വർക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഉണ്ട്. ഞാൻ പണ്ട് ഒരു കല്യാണത്തിനൊരു സ്ത്രീ സ്വർണം എടുക്കാൻ വേണ്ടി എന്നോട് ഒരു സമയം ഒരു ഡേറ്റ് ചോദിച്ചു. അപ്പം ഞാൻ പറയുന്ന ഡേറ്റ് ഞാൻ ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ, അല്ലാതെ ഇപ്പം നമുക്കൊരു വിശ്വാസം, എനിക്കൊരു ഉറപ്പുള്ള ഡേറ്റ് ഞാൻ പറയത്തുള്ളൂ, നല്ലതെന്ന് തോന്നുന്നു. അത് ഏതൊരാളും ഒരു കാര്യം പറഞ്ഞു കൊടുത്താലും അങ്ങനെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആ ഡേറ്റിന് അവർ സ്വർണം എടുത്തു. അവർ പിന്നീട് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടായി, ആ സ്വർണം വിൽക്കേണ്ടതായിട്ട് വന്നില്ല, അത് കഴിഞ്ഞ് ഒരുപാട് സ്വർണം വീണ്ടും എടുക്കാൻ പറ്റി എന്ന് പറഞ്ഞ് വീണ്ടും അവരുടെ മോളുടെ ഇതിനു വേണ്ടിയായിരുന്നു, പിന്നെ വേറെ ഏതൊരു ആവശ്യത്തിന് ഒന്നുകൂടെ ഡേറ്റ് എടുക്കാൻ വന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞുതരാമെന്ന് വെച്ചാൽ ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്താൽ അത് ഏറ്റവും വിജയമായിട്ട് വരും. അത് അങ്ങനെ ഉണ്ട്. അത് നന്നാകാനാണേലും നശിക്കാനാണേലും ഒരു ടൈമുണ്ട്. അപ്പോൾ നല്ല സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. മോശം കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ താഴ്ചയും ഉണ്ടാകും, സംശയമൊന്നും വേണ്ട. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അത് വളരെ 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 അത്ഭുതകരമായി നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. ഇത് ഞാനിപ്പോൾ എനിക്ക് മുഹൂർത്തം എടുക്കാൻ സമയമൊന്നുമില്ല, ഉള്ള വർക്ക് തന്നെ ചെയ്ത് സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിനുവേണ്ടി ഒന്നും പറഞ്ഞതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഒരു പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയത്ത് ചില കാര്യം തുടങ്ങിയാൽ അത് മതി അയാളുടെ കഷ്ടകാലത്തിന്. എന്തു ചെയ്താലും അവിടെ തൊട്ട് നാശം തുടങ്ങും. ചില സമയത്തിന് ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ തൊട്ട് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒരു മുഹൂർത്തം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ലേ പോലും നിങ്ങൾ വിളിക്കുന്ന ദേവനല്ലേ ദേവിയെ വിളിച്ച് അന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം രാവിലെ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടദേവത ഭദ്രകാളിക്കും കൃഷ്ണനും വഴിപാട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം തുടങ്ങിയാൽ പോലും ആ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ വിജയത്തിലെത്താൻ പറ്റും. കാരണം ഈ മനുഷ്യനെ, ആ മുഹൂർത്തം കൊടുത്ത മനുഷ്യനെ
കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃഷ്ണനും ഭദ്രകാളിക്കും ചെയ്യുന്നുണ്ട്. അതും കൂടിയാണ് അതിൻ്റെ അകത്തൊരു കാരണം. അപ്പം ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട്. അത് പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പരമാവധി വിശദമായിട്ട് വീഡിയോ പറയുന്നത് അത് നിങ്ങൾക്കെല്ലാം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഒരു വസ്ത്രം എനിക്കൊരു ഡോക്ടർ കൊണ്ട് തന്നതാണ്, ഒരു സമർപ്പണമായിട്ട്. അപ്പം ഞാനിതിന്ന് ഇട്ടെന്ന് വെച്ചാൽ അദ്ദേഹം എനിക്ക് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം ഒക്കെ. ഞാനിതിട്ടത് എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം, ബഹുമാനം, അതുകൊണ്ടാണ് ഇട്ടത്. ഇപ്പം നാളെ ഇനി വേറൊരാൾ കൊണ്ട് തന്നുകൊണ്ട് അതിടണം. അപ്പോൾ ഇത് ഒരു സ്നേഹം, സന്തോഷം എന്ന് വെച്ചാൽ ഇത് ഞാൻ അങ്ങനെ ആരും കൊണ്ടുതരണമെന്നോ കൊണ്ടുതരുന്ന എനിക്ക് ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ആ ഒരു സന്തോഷത്തിന് പറഞ്ഞതാണ്. കാരണം അവരൊക്കെ വലിയ നല്ല മനുഷ്യരാണ്. അപ്പോൾ അവരൊക്കെ ഒരു മനസ്സിൽ നന്മയുള്ള ഒരുപാട് ആളുകളാണ്. അതുകൊണ്ടാണ് ആ ഒരു സ്നേഹത്തിന്, അവരോടുള്ള ഒരു ബഹുമാനം അല്ലെ സ്നേഹത്തിൻ്റെ ആദരവിന് ഞാൻ അതിട്ടുകൊണ്ടൊന്ന് വീഡിയോ അങ്ങ് എടുത്തതാണ്. ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് എൻ്റെ അളവ് പോലും അവർ ചോദിച്ചില്ല, പക്ഷേ വളരെ കൃത്യമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം ഞാൻ സാധാരണ ഞാനെടുത്താൽ പോലും ചിലപ്പോൾ എൻ്റെ അളവ് ചിലപ്പോൾ ശരിയാവണമെന്നില്ല, പക്ഷേ അത് മനസ്സിൻ്റെയാണ്. അത്ര നല്ല മനസ്സുള്ള അവർക്കെല്ലാം ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ശിവൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് അയച്ചു തരാം. ഭഗവാന്റെ അല്ലേ, എൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് അയച്ചു തരുന്നതിനെക്കാട്ടി എനിക്ക് സന്തോഷമാണ് ഭഗവാന്റെ മ്യൂറൽ പെയിൻറ്റ്, ശിവൻ്റെ. ഇരിക്കട്ടെ, ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വരട്ടെ. ഈ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാത്തിനും ശിവഭഗവാന് നന്ദി പറയുന്നു. എല്ലാ നല്ല മനസ്സുള്ളവർക്കും ഞാൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. എല്ലാ വീടുകളിലും കലഹങ്ങളെ, പ്രശ്നങ്ങളെ, ദുരിതങ്ങളെ ഒക്കെ മാറി സന്തോഷവും സമാധാനവും സമ്പത്തും ഉണ്ടാകട്ടെ. എല്ലാവരെയും ഭഗവാൻ ശിവൻ അനുഗ്രഹിക്കട്ടെ. ശിവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതുപോലെ ഭഗവാൻ കൃഷ്ണൻ്റെയും ഭദ്രകാളിയമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം. ഓം ശിവായ നമഃ. യനവശിമാ മവയന ശിയനമവ വശിമയന. ഓം ഓംകാരം നാഭിയിൽ നിന്നും ആ ശബ്ദമുണ്ടായി. അത് അങ്ങനെ അനന്തതയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയാണ്. ഓംകാരം ഇപ്പം ഏതിനുമുണ്ട് ഒരു തുടക്കം, ഒരു 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 ഉയർച്ച, പിന്നെ ഒരു എൻഡിങ്ങിലേക്ക് വന്ന് അനന്തതയിലേക്ക് ലയിക്കുക. ഓംകാരമാണെങ്കിലും ആ ശബ്ദം തുടങ്ങുന്നു, അതൊരു ഒരു ഉച്ചസ്ഥായിലെത്തുന്നു, അത് അതിൻ്റെ ഏറ്റവും ഒരു ഉയർന്ന എന്നിട്ട് വീണ്ടും അത് താഴ്ന്ന ആ ഒരു ശബ്ദ ബീജയിലൂടെ അത് അങ്ങ് അനന്തതയിലേക്ക് ലയിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ഓംകാരം ഒന്ന് ലയിച്ചു നോക്കിയേ. നിങ്ങളുടെ മനസ്സും ആ പരമമായ ഈ പ്രപഞ്ചബോധത്തിലേക്ക് ലയിക്കും. ഓം എന്ന് പറയുമ്പോൾ അത് നമ്മൾ തുടങ്ങുന്നു, സ്റ്റാർട്ടിങ് നാഭിയിൽ നിന്ന് തുടങ്ങുന്നു ആ ശബ്ദം. അത് നാഭിയിൽ നിന്ന് തുടങ്ങി സ്വനതന്തുക്കളിലൂടെ വെളിയിൽ വന്ന് ആ അനന്തമായ പ്രപഞ്ചബോധത്തിലേക്ക് ലയിക്കുകയാണ്. അപ്പോൾ ആദ്യം ചെറിയതായിട്ട് ഉച്ചരിച്ച് വന്ന് പിന്നെ ഉച്ചസ്ഥായിൽ എത്തി അവിടെ നിന്ന് വീണ്ടും ശബ്ദം കുറഞ്ഞു വന്ന് അത് പ്രപഞ്ചത്തിലേക്ക്, അനന്തതയിലേക്ക് ലയിക്കുകയാണ്. അപ്പോൾ ഏതൊരു വസ്തുവിനും ഏതൊരു കാര്യത്തിനും ഉണ്ട് ഒരു തുടക്കം, പിന്നെ ഒരു ഉയർച്ചയുടെ പീരീഡ്, പിന്നെ അടുത്ത അവർ ആ ജീവിതത്തിൻ്റെ ഒരു അന്ത്യത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകുന്ന പീരീഡാണ്. പിന്നെ അങ്ങ് ആ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയാണ്. ഇതെല്ലാത്തിനും ബാധകമാണ്. അങ്ങനെ ചിന്തയോടുകൂടി ഓംകാരം ഒന്ന് ജപിച്ചു നോക്കിക്കേ. ശിവനെ അറിയും, പരബ്രഹ്മത്തെ അറിയും, പ്രപഞ്ചബോധത്തെ അറിയും. ഞാനൊന്ന് ജപിക്കാം. ചെറുതായിട്ട് എടുത്തെടുത്ത് പിന്നെ വലിയ അല്പം ഉയർന്ന ഒരു ശബ്ദത്തിലേക്ക് വന്നിട്ട് പിന്നെ താഴ്ന്ന് പിന്നെ പ്രപഞ്ചത്തിലേക്ക് അനന്തതയിലേക്ക് ലയിക്കുകയാണ് ആ ശബ്ദം. ഓം ഓം എത്ര മനോഹരമാണ്, എത്ര നല്ല മെഡിറ്റേഷനാണ്, എത്ര നല്ല ലയമാണ്.
മനസ്സ് അവിടെ ലയിക്കുകയാണ്. അതിൻ്റെ അകത്ത് അവിടെ മറ്റു ചിന്തകളൊന്നുമില്ല. പാസ്റ്റും ഫ്യൂച്ചറും കട്ടാകുക. പ്രസൻറ്റ് മൊമെൻറ്റിൽ മനസ്സ് ലയിച്ച് ആ അനന്തതയിലേക്ക്, പ്രപഞ്ചത്തിൻ്റെ ആ ശൂന്യതയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇത്ര മനോഹരമായ മെഡിറ്റേഷനാണ്. ഇതെല്ലാം ആ ശിവബോധത്തിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ഉള്ളിലുള്ള ഓംകാരത്തിൻ്റെ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഞാൻ ചെയ്യുന്ന, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഞാൻ ചെയ്യുന്ന ആ വിദ്യ നിങ്ങൾക്കും ചെയ്യാം. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.